Hello? Yes, we are coming. We are on the way. Yes, let's go and attack. പിന്നെ ഇവിടെ കാണുന്ന ഈ ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇല്ലീഗലായിട്ട് ആരെങ്കിലും അൽബേനിയയിലേക്കൊക്കെ വരുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രീറ്റ് ചെയ്താണ് ഇവരിതിങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. കൂട്ടി ഒരു മോൺസ്റ്ററിൻ്റെ പരുവത്തിലാണ് ആക്കിയേക്കുന്നത്. കാരണം പണ്ടത്തെ ആൾക്കാർ ഒരു മോൺസ്റ്റർ ആയിരുന്നു അവരുടെ മുന്നിൽ നിന്നാണ് അവർ പറയുന്നത്. അതിലല്ല അപ്പുറത്തന്ന് അതിനകത്താണ് കോഡ് വരുന്നത്. ഇതിൻ്റെ അന്ന് അതിനകത്ത് നല്ലത് ഇതിൻ്റെ അന്ന് ചാടി എടുക്ക് ചാടി സംസാരിക്കേ. 1960s അൽബേനിയ എന്ന രാജ്യം തൊട്ടടുത്തുള്ള രാജ്യങ്ങളെല്ലാം കൂടി അറ്റാക്ക് ചെയ്യുമെന്നുള്ളൊരു ഭീതിയുടെ പുറത്ത് ഇവിടെ നിരവധി ബങ്കേഴ്സ് നിർമ്മിച്ചിരുന്നു. അതായത് ഒരു അൽബേനിയന് ഒരു ബങ്കർ നിർമ്മിക്കണമെന്നായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ലീഡറായ നെവേർ ഹോജ പറഞ്ഞത്. അങ്ങനത്തെ ഒരു ബങ്കറിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന വഴിയാണിത്. നമുക്ക് ഇവിടെ ഒരു പഴയ വണ്ടിയൊക്കെ കാണാൻ പറ്റുന്നതാണ്. വേൾഡ് വാറിൻ്റെ സമയത്ത് അൽബേനിയയിൽ 1,70,000 മുകളിൽ ബങ്കറുകൾ നിർമ്മിച്ചിരുന്നു. തിരാനയിലും മറ്റ് നഗരങ്ങളിലും ഇന്ന് ആ ബങ്കറുകളെല്ലാം വേൾഡ് വാർ സമയത്തെ ക്രൂരതകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മ്യൂസിയങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലത്തെയുള്ള ഒരു ബംഗാറിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വെൽക്കം ടു ബിബ സ്റ്റോറീസ്. നമ്മൾ ഇപ്പോൾ ബംഗാട്ടിലേക്ക് കയറുകയാണ്. ഒരാൾക്ക് ടിക്കറ്റ് €9 ആണ്. ഭയങ്കര നിഗൂഢമായിട്ടുള്ള സ്ഥലമാണ്. ഓഹോ, തിരാനയിൽ ബംഗാർട്ട് 1, ബംഗാർട്ട് 2 എന്നിങ്ങനെ 2 മ്യൂസിയങ്ങളാണുള്ളത്. ബംഗാർട്ട് 1 തിരാന ടൗണിൻ്റെ കുറച്ച് പുറത്താണ്. ബംഗാർട്ട് 1 എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്ഥലമാണ്. ബംഗാർട്ട് 2 അതിനേക്കാളും കുറച്ച് ചെറിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇൻസൈഡ് സിറ്റി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കാണാമെന്ന് വിചാരിച്ചത്. ഈ ബംഗാർട്ട് 2-ൻ്റെ ഉള്ളിൽ തന്നെ 23 റൂമുകളാണുള്ളത്. ഈ 23 റൂമിൻ്റെ ഉള്ളിലും ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നായിരുന്നു. വേൾഡ് വാർ വരും എന്ന് വിചാരിച്ചതുകൊണ്ട്. പക്ഷേ അതൊരു മണ്ടൻ തീരുമാനമാണെന്ന് പിൽക്കാലം തെളിയിക്കപ്പെട്ടു. ഇത് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയും എല്ലാത്തിൻ്റെയുമായ കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് ഇവിടെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന വെപ്പൺസൊക്കെ കാണാൻ പറ്റും. നമ്മളിനിയിപ്പോൾ 3ാമത്തെ റൂമിലോട്ട് പോവുകയാണ്. പണ്ട് ഇവിടെയുള്ള ആൾക്കാർ എടുത്തിരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഒറിജിനൽ കോട്ടൺ ആണ്, ഒറിജിനൽ പീസാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇല്ലീഗലായിട്ട് ആരെങ്കിലും അൽബേനിയയിലേക്കൊക്കെ വരുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ സംഭവം. ഇതാണ് ഇവിടെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള യൂണിഫോം. ഈ അൽബേനിയൻ സ്പെഷ്യൽ അൽബേനിയൻ ഫോഴ്സ് യൂണിഫോമാണ്. ഈ സാധനം അവിടെ ഫ്രണ്ടിലിരിക്കുന്നത്. ഹലോ, യെസ്, വി ആർ കമ്മിങ്. വി ആർ ഓൺ ദ വേ. യെസ്, ലെറ്റ്സ് ഗോ ആൻഡ് അറ്റാക്ക്. ഇത് ഫോമർ എൻട്രൻസ് ആണ്. ഈ ബങ്കറിനെ പണ്ടത്തെ മിനിസ്ട്രി ഓഫ് ഇൻറ്റേർണൽ അഫയേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന 3 ഡോസ് ആണ്. അപ്പം ഇതിൽ നമ്മൾ ഇപ്പം ഓവർ പാസ് ചെയ്യലെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അന്നാണെങ്കിലും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് പാസ് ചെയ്യാൻ വേണ്ടി. 1985 സ്റ്റുഡിയോ ആണ്. ഇതൊരു വീടിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയായിരുന്നു പണ്ട് വീട് ഉണ്ടായിരുന്നത്. പണ്ടത്തെ ക്യാമറയും സ്റ്റുഡിയോൻ്റെ സെറ്റപ്പൊക്കെയാണത്.
വേൾഡ് വാർ സമയത്ത് മിനിസ്റ്റേഴ്സ് എല്ലാം രഹസ്യമായിട്ട് മീറ്റിംഗ്സ് നടത്തിക്കൊണ്ടിരുന്ന ഒരു റൂമാണിത്. ഇതാണ് പണ്ടത്തെ ബാർബർ ഷോപ്പ്. ഇപ്പോഴും ആ മുടിയൊക്കെ ഉണ്ട്. ഇത് ഈ താക്കോലൊക്കെ നോക്കി എന്നാ രസം. താക്കോൽ. Yes. അതിലല്ല അപ്പുറത്തന്ന് അതിനകത്താണ് കോഡ് വരുന്നത്. ഇതിൻ്റെ അന്ന് ഇതെന്നോ? ആ ഹലോ. അതിൻ്റെ അന്ന് നല്ലത് ഇതിൻ്റെ അന്ന്. ആണോ? ഇതെനിക്ക് അറിയില്ല. ചാടി എടുക്ക്, ചാടി സംസാരിക്കുക. സമയത്ത് ഈ അവരെ ടോർച്ചർ ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് വന്ന സാധനങ്ങളായിട്ട് ആണ് നമ്മുടെ ഈ തോക്കും പിന്നെ ഈ ഓരോ സാധനങ്ങളും നമ്മുടെ എന്നുവെച്ചാൽ പണ്ടത്തെ പട്ടാൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്താണ് ഇവരിതിങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. കൂട്ടി ഒരു മോൺസ്റ്ററിൻ്റെ പരുവത്തിലാണ് ആക്കിയേക്കുന്നത്. കാരണം പണ്ടത്തെ ആൾക്കാർ ഒരു മോൺസ്റ്റർ ആയിരുന്നു അവരുടെ മുന്നിൽ നിന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവരത് ഈ ഒരു രൂപത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫീലിങ്സിനെ ഇമോഷൻസിനെയൊക്കെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇതെന്നാണ് പറയുന്നത്. ഇന്നത്തെ കുറ്റവാളികളെ കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെല്ലിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇത്. ഈ ബങ്കാർട്ടിൻ്റെ ഉള്ളിൽ നിരവധി റൂമുകളുണ്ട്. നമുക്ക് കുറേ എണ്ണങ്ങളിൽ കയറാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ കുറേ എണ്ണങ്ങളിൽ ലൈറ്റില്ല. അങ്ങനെ അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും എടുക്കാത്തത്. അങ്ങനെ നമ്മൾ ബങ്കാർട്ടിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.